വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ നമസ്കാരം. വേദി സദസ്സൊക്കെ ഡാഡി സ്റ്റേജിൽ എന്നും പ്രസംഗിച്ചുള്ള ഞാൻ പറയാം പിടിക്കും പറയോ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയാം. 2, 3 എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ്. ഇത് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്തെന്നായിരിക്കും? അത് മറ്റൊന്നുമല്ല, വേസ്റ്റാണ്. എന്തോ തങ്കം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ചൂലും കൊണ്ട് നിന്നെ ജനിച്ചോടനെ നിന്റെ കയ്യിൽ ഈ ചൂലാണ് എടുത്തു തന്നെ. എനിക്ക് വയ്യത് ഒരുപാടായി. ഒന്നാണ് ഡാഡി ഈ കാണുമെന്ന് ഇത്തിരി ശരിയാക്കി പറഞ്ഞ. എന്തോ പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ, നീ പിടിക്കുക. അത് താഴെ ഇട്ടിട്ട് അടങ്ങി നിൽക്കും. 1, 2, 3 സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്, എന്തോന്ന് തക്കിളി ആവണില്ല, വലിയ ആളാവരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഇന്ന് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എന്താണെന്നായിരിക്കും? വേസ്റ്റ്. എൻ്റെ വീട്ടിലുമുണ്ട്, നിങ്ങളുടെ വീട്ടിലുമുണ്ട്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അത് ഉണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞ എങ്ങനെയാണ് സാറേ? ഇവിടെ ഇവിടുത്തെ സാഹചര്യം നിനക്ക നീ ഒന്ന് ഇത് നിനക്ക് എന്റെ ഗൗരവം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒന്ന് വിളിച്ചിട്ട് എന്നെ വിളിക്ക്. അങ്ങോട്ട് കടക്കാൻ പറ്റണില്ല, എന്തൊരു നാറ്റ എനിക്കും അടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനും സാധനം വരണ്ടേ? തമിഴ്നാട്ടിൽ ലോറി സമരമൊന്നും. ഈ സാധനം മറ്റേ എക്യുപ്മെന്റ്സ് ലോറിയിലാണ് കൊണ്ടുവരുന്നത്. അത് അവിടെ തമിഴ്നാട്ടിൽ ബ്ലോക്കായി കിടക്കുകയാണ്. എന്റെ ദൈവമിനി എത്ര ദിവസം പിടിക്കും? അവരൊന്ന് വിളിച്ചു ചോദിക്കേ. ഞാൻ ഇപ്പൊ അൻസാറിനെ വിളിച്ചേ. ഓ നീയോട്ടൊന്ന് വന്നേ. അതാ വരുന്നത്. എന്താ ക്ലീറ്റസ് ഇത്? നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. സാറേ, അതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സംസ്കരിക്കാനുള്ള ഒരു എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ടിരുന്ന ലോറി തമിഴ്നാട്ടിൽ സമരത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു 2 ദിവസത്തെ സമയം. 2 ദിവസം ക്ലീറ്റസ്. ഒന്നാമത് അവിടെ അത്രയും അഴുക്കും കൊതുകും എല്ലാം കൂടെ കൂടി നാറ്റം കൊണ്ട് അവിടെ വീട്ടിലിരിക്കാൻ പോയ. ഇത് പറഞ്ഞല്ല, പറഞ്ഞ മാതിരി ഈ ഒരു ഡിലേ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് പുതിയ സാധനം എത്തിക്കായിരുന്നു. അതൊക്കെ നിങ്ങൾ നേരത്തെ ആലോചിക്കണ്ടേ? ഇത് ഒന്നാമത് ഇച്ചിരി നിങ്ങളിത് വേറെ സ്ഥലത്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് അയലത്തൊക്കെ ഇവിടെ മൊത്തം വീടുകളുള്ള. അല്ല, ഇപ്പം അങ്ങനെ പറഞ്ഞാൽ സാറ് കുറ്റപ്പെടുത്തല്ലേ? സാറിൻ്റെ വീട്ടിലെ വേസ്റ്റ് ആ കൂട്ടത്തിലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ, ഞാനല്ലല്ലോ കൊണ്ടുവന്നിട്ടത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനത് കൊണ്ടുവന്നത്. എന്നാലും സാർ ഒരു 2 ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കണം. 2 ദിവസം നിങ്ങൾ അത് എത്രയും വേഗം അത് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽത്തിൽ കൊണ്ട് പരാതി കൊടുക്കും.